ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ വില്ലേജിലോട്ട് പോകാനായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. കയ്യിൽ പൈസ ഇല്ല, പക്ഷേ കയ്യിൽ മിറാണ്ടയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പെപ്സിയുടെ ക്യാപ്പും ഉണ്ട്. അപ്പം ഈ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കയറാം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പം അരുണ്ടയിൽ മാത്രം ഇല്ലായിരുന്നു. അപ്പോൾ അരുൺ ഒരു വാങ്ങിച്ചു. 8 ദിറംസിന് നമുക്കൊരു മിറാണ്ട വാങ്ങിച്ചു. ഇത്രയും കുടിച്ച് തീർക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. നമ്മളിവിടെ സന്തോഷമുണ്ട്, അരുണുണ്ട്, അമലുണ്ട്, മഹേഷുണ്ട്. അപ്പം നട റോട്ടിൽ നിന്ന് മിറണ്ട കുടിക്കുവാണ് നമ്മൾ. ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ 5 പേരുണ്ട്. 4 പേരാണ് മാക്സിമം അലൗഡ്. അപ്പോൾ വലിയ വണ്ടി വല്ലതും കിട്ടുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഫൈനലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാക്സി കിട്ടിയിട്ടുണ്ട്. സാധാരണ UAE-ൽ 4 പേർക്കേ അലൗഡുള്ളൂ. ഞങ്ങളിപ്പോൾ ടോട്ടൽ 5 പേരുണ്ട്. അപ്പോൾ ഒരു പാകിസ്ഥാനി ആയിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. ആകെ ഞങ്ങൾക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാളെ ക്യാമറ ഉള്ള സ്ഥലത്ത് ഹൈഡാക്കണം. അപ്പോൾ അതായിരുന്നു ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് തോന്നി. അത് ഞങ്ങൾ അരുണിനെ തന്നെ ചൂസ് ചെയ്തു. അരുണിൻ്റെ അടുത്ത് ക്യാമറ ഉള്ള സമയത്ത് കുനിഞ്ഞിരിക്കാനായിട്ട് പറഞ്ഞു. ജസ്റ്റ് കാണാത്ത രീതിയിൽ, ക്യാമറ കിട്ടാത്ത രീതിയിൽ. എന്തായാലും പുള്ളി നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഉപകാരമായി. ഫൈനലി ഗൈസ്, നമ്മളിതാ ഗ്ലോബൽ വില്ലേജിൽ ഇരിക്കുന്നു. ടിക്കറ്റ് എടുക്കുന്നത് അവിടെയാണ്. നല്ല ക്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ എൻട്രൻസ്. നമുക്ക് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കിട്ടിയോ മില? ഹായ്, അച്ഛാ ठीक है ഓക്കെ. ടിക്കറ്റ് മില അല്ല, ടിക്കറ്റ് നമുക്ക് കിട്ടി. ഗൈസ്, നമുക്കപ്പോൾ ഗ്ലോബൽ വില്ലേജിന് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഉള്ളിലോട്ട് എൻട്രൻസ് ചെയ്യാം. നമുക്ക് എൻട്രൻസിൻ്റെ ഇവിടെയാണ്. ഇതിലൊരു ബാഗേജ് ചെക്കിങ് ഏരിയ ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് എൻട്രൻസ് എക്സിറ്റ്. അപ്പോൾ നമ്മൾ 30ാമത്തെ സീസണായിട്ടുള്ള ഗ്ലോബൽ വില്ലേജിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. സെയിം തന്നെയാണ്. നമ്മുടെ ടിക്കറ്റ് കാണിക്കുക. ഓൺലൈനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം, ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം. ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷൻ ക്യാപ്പ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 8 ദിറംസിന് നമുക്ക് 1.5 ലിറ്റർ സംതിങ് ഒരു പെപ്സി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ക്യാപ്പ് കിട്ടും. അത് വെച്ചാണ് ഞങ്ങൾ ഒരു പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. വേറൊന്നിനുമല്ല, ഇതിൽ നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഇത് കാണും. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. അതായത് ഏകദേശം ഒരു 48ഓളം പവലിയൻ ഉണ്ട് ഇതിൽ. ഒരു വലിയ ഫോട്ടോ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അതാണ് നമ്മുടെ മെയിൻ സാധനം. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈമാണ് അരുൺ. ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വൺ ടൈം നമുക്ക് വരണ്ടയാണ്, കാണാൻ പോകേണ്ടതാണ്. ഓരോരോ കൺട്രീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അല്ല, അപ്പോൾ ഓരോരോ കൺട്രീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എല്ലാം നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ ചൈനയല്ല, ആദ്യം നമ്മളൊരു മെയിൻ എൻട്രൻസ് കയറി വന്നു. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് വേൾഡ് വണ്ടറിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്നിരിക്കുന്ന ഒരു സൺഡേ ദിവസമാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇനി 2 ദിവസം UAE-ൽ നാഷണൽ ഹോളിഡേയ്സ് അവധിയാണ്. ഞാൻ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ. ഞാൻ വളരെ ഒരു മടിയോടെയാണ് ആദ്യമൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം മെയിനായിട്ട് UAE-ൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയും ലൈസൻസിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോഴും നമ്മൾ മെയിൻ എൻട്രൻസിൽ തന്നെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ പവലിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുറേ സ്ട്രീറ്റ് ഫുഡ് ഏരിയസ് കാണാം.
അതിങ്ങനെ ഒരു നമ്മുടെ തട്ടട പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അത് ചോളം ഉണ്ടാകും, നമുക്കറിയത്തില്ല എന്തൊക്കെയാണ്. ഓരോ രാജ്യത്തിൻ്റെ പല പല ഐറ്റംസ് ആയിരിക്കും അവിടെ. ഇത് നമ്മുടെ മസിൽസാണ്. മസിൽസൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. നമുക്ക് ഓരോന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് പവലിയൻ എന്ന് പറഞ്ഞാൽ ടർക്കി പവലിയനാണ്. അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോയത്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവധി ദിവസം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പം ടർക്കി കഴിഞ്ഞ ഇതിൽ ഞാൻ പോയിട്ടുള്ളതായിരുന്നു, ഗ്ലോബൽ വില്ലേജിൽ. ഇതിൻ്റെ നമ്മുടെ അമലിനെയും ഒരു പ്രാവശ്യം കൊണ്ടുപോയി. പക്ഷേ അമൽ സീസൺ ഔട്ട് ടൈമിലാണ് കൊണ്ടുപോയത്. പിന്നെ അരുൺ ഫസ്റ്റ് ടൈമാണ്. ഇത് ടർക്കിഷ് ഐസ്ക്രീമാണ്. നമുക്ക് മിക്കവർക്കും സുപരിചിതമാണ് ടർക്കിഷ് ഐസ്ക്രീം. പറ്റിച്ച് അവസാനം നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൽ മെയിനായിട്ടെന്ന് പറയുന്നത് ടർക്കി ഓരോരോ പവലിയനുണ്ട് ഓരോരോ രാജ്യത്തിൻ്റെ. അതായത് ഇപ്പം ടർക്കി, മൊറോക്കോ, ഈജിപ്റ്റ്, ഇന്ത്യ, അങ്ങനെ പല രാജ്യങ്ങളുടെ പവലിയൻ കാണും. അവിടുത്തെ ഫുഡ്, അവിടെ എന്തൊക്കെയാണോ സ്പെഷ്യലായിട്ടുള്ളത് അതിൻ്റെയൊക്കെ ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ആ രാജ്യത്ത് എന്തൊക്കെ സാധനങ്ങൾ അവരുടെ കൾച്ചറിൽ കിട്ടും അതെല്ലാം ഇവിടെ നമുക്ക് കിട്ടും. ആ ഒരു കൺസെപ്റ്റാണ് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഏകദേശം കാര്യങ്ങളൊക്കെ. പക്ഷേ താഴെ രാജ്യത്തിൻ്റെ എന്തൊക്കെയാണോ അവിടെ കിട്ടുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ ഇന്ത്യൻ കോളേജിൽ പോകാൻ കേരളത്തിലൊരു സ്റ്റോറുണ്ട്. വയനാട്ടിലെ സ്പെഷ്യൽ പിന്നെ കാശ്മീരിൻ്റെ ഡ്രസ്സ്, മെയിനായിട്ട് ഫുഡാണ്. ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല, പോയാൽ മതി. പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് മുഴുവൻ വെച്ചിരിക്കുന്നത്. ഇത് ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. കാരണം അതുപോലെ എക്സ്പെൻസീവാണ്. നോർമൽ റേറ്റ് അല്ല, എല്ലാത്തിനും നല്ല റേറ്റാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, അവിടം വരെ പോയി ആ സാധനം വാങ്ങിക്കണ്ട. ഇവിടെ അതിൻ്റെ പ്യുവർ ഫോം എന്താണോ അവിടെ ഉണ്ടാക്കുന്നത് അതേപോലെ സെയിം ക്വാളിറ്റി നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ മെയിനായിട്ട് വണ്ടറാക്കിയ കാര്യങ്ങളാണ് ഇവിടുത്തെ പെയിൻറ്റിങ്സ്. പല പവലിയനിലെയും പെയിൻറ്റിങ്സ് ഉണ്ട്. അതൊരു രക്ഷയുമില്ലാത്ത പെയിൻറ്റിങ്സാണ്. അപ്പോൾ അവരുടെ ഓരോ കലാകാരന്മാരുടെ, ഇപ്പോൾ സിറിയയിലെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ പല ഇറാൻ്റെ കണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ഇത് മൊറോക്കോയുടെ കണ്ടായിരുന്നു. അവിടത്തേക്ക് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം ആണ് അവരുടെ ഓരോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. ഇതിപ്പോൾ അവരുടെ ഒരു ഫുഡാണ്. നമ്മൾ ഇവിടെ നിന്നൊന്നും ട്രൈ ചെയ്തില്ല ഫുഡ്. ഇത് നമ്മുടെ മെയിൻ സ്റ്റേജാണ്. മെയിൻ കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ ഇങ്ങനെ എന്തൊക്കെ പരിപാടികളാണെന്നുള്ളത് നമുക്കൊരു ബോർഡിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിയിട്ട് ആ ടൈമിൽ ഇങ്ങോട്ട് എത്തിയാൽ മതി. ഇതിപ്പോൾ ഒരു മെക്സിക്കൻ ഇംഗ്ലീഷ് ഒരു ഡ്രാമ ആയിരുന്നു നടന്നത്. നമുക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല, ജസ്റ്റ് നമുക്ക് കണ്ടിരിക്കാം ആ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ ടോവിനോയുടെ പ്രോഗ്രാംസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഏരിയ ആണ്. ഇതിലും നമുക്കൊരു 45 dirhams ഒരു ഷോയ്ക്ക് വരുന്നത്. നമ്മളിപ്പം 5D സിനിമ, പിന്നെ പ്ലാനറ്റിൽ പോകുന്ന രീതിയിൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അതിന് എക്സ്ട്രാ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യണം. നോർമൽ നമുക്ക് എൻട്രി ചെയ്യുന്നതിന് 30 dirhams ടിക്കറ്റ്. അല്ലാത്ത ദിവസങ്ങളിൽ 25. അപ്പോൾ നമ്മൾ ക്യാപ്പ് വെച്ചാണ് കയറിയത്. ക്യാപ്പ് വെച്ചാകുമ്പോൾ നമുക്ക് 8 dirhams കൊടുത്ത് ഒരു പെപ്സി വാങ്ങിച്ച് അതിൻ്റെ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് റെഡീം ചെയ്തിട്ടാണ് നമ്മൾ കയറിയത്. ഇതിപ്പോൾ അടുത്ത പവലിയനിൽ ഇതൊക്കെ തന്നെയാണ്. ഡ്രസ്സും അവരുടെ സാധനങ്ങളൊക്കെയാണ് മെയിനായിട്ട്. കോമൺ ആണ് കാര്യങ്ങളെല്ലാം. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പല രാജ്യത്തെയും പല കാര്യങ്ങളായിരിക്കും. പല ഫുഡും പല ഫ്ലേവറായിരിക്കും. നമ്മൾ 2-3 ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് വെറുതെ കിടക്കുന്ന പുളിയാണ് ഇങ്ങനത്തെ കവറിൽ ഇവിടെ ഇരിക്കുന്നത്. തായ്ലൻഡ് പവലിയനാണ്. സ്റ്റിക്കി റൈസ്. With ice cream or without ice cream?
വിത്തൗട്ട് ഐസ്. ക്യാഷ്. പിന്നെ അടുത്ത് തന്നെ പ്ലേസ് ഏരിയ ഉണ്ട്. അതായത് നമുക്ക് എന്താ പറയുക കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം എക്സ്ട്രാ ചാർജാണ്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏരിയ ഉണ്ട്, നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് നമ്മുടെ JCB ഓപ്പറേഷൻ. പണ്ട് നമ്മൾ ഭയങ്കര ആഗ്രഹം ഇപ്പോഴും ഉണ്ട് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു അതിനു വേണ്ടിയുള്ളൊരു ഏരിയയാണ്. ഇത് കണ്ട, ഇത് കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഇതാണ്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് നമ്മൾ പൈസ കൊടുക്കണം. നമ്മുടെ കാർഡ് റീചാർജ് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിലോട്ട് കയറാം. ഇത് ഓരോ റൈഡിൽ കയറുമ്പോൾ നമുക്ക് ടാപ്പ് ചെയ്യുക, അപ്പം അതനുസരിച്ചിട്ട് അതിൻ്റെ അടുത്ത് കട്ടാവും. ഇതും പിള്ളേരുടെയൊക്കെ ഒരു റൈഡാണ്. ഇത് പിന്നെ കുറേ ഡക്കിയും പ്രോട്ടീൻ അതിൽ നിന്ന് നമ്മളിങ്ങനെ കോരിയെടുക്കണം. കോരിയെടുത്തിട്ട് അതിൻ്റെ പിന്നിലുള്ള നമ്പർ ഉണ്ടാവും, അതിങ്ങനെ കൂട്ടിയിട്ട് കിട്ടുന്ന ആ നമ്പർ വെച്ചിട്ട് ഓരോ പാവകൾക്ക് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാവ കുട്ടിക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു സ്കീം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നടന്നു. സത്യം പറഞ്ഞാൽ നടക്കാനുണ്ട്. 4 മണിക്കാണ് ഇത് ഓപ്പൺ ആകുന്നത്. അപ്പോൾ ഒരു 4 മണിയോടെ വരുവാണെങ്കിൽ ഏറ്റവും നല്ലത്. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നടക്കാനുണ്ട്. എല്ലാ പവലിയനും കണ്ടു തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായിട്ടുള്ള പരിപാടിയാണ്. പലരും ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ ജപ്പാൻ്റെ പവലിയനാണ്. പിന്നെ മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഓരോ പവലിയനിലും, അതായത് അവിടുത്തെ നാട്ടിലെ എന്താണോ പ്രധാന പ്രോഗ്രാം അത് സ്റ്റേജിൽ അവതരിപ്പിക്കും. അത് വലിയൊരിതാണ്. ഇപ്പോൾ ജപ്പാനിലാണെങ്കിൽ ജപ്പാൻ്റെ നൃത്തരൂപം, അങ്ങനത്തെ സംഭവങ്ങൾ, അത് കാണാനായിട്ട് അടിപൊളിയാണ്. ഞങ്ങൾ 2-3 സ്ഥലത്ത് കണ്ടായിരുന്നു. എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പം ജപ്പാൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ഇപ്രാവശ്യം കണ്ടില്ലായിരുന്നു അവിടുത്തെ. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനം നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്നു. ബാബാ അങ്ങനെ നമുക്ക് തേടി നടന്ന സംഭവം കിട്ടി. നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ട് അവിടെ എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ പോകാൻ നേരത്തെ ഇപ്രാവശ്യം ട്രൈ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചൊരു ഫുഡ് ഐറ്റമാണ് നമ്മുടെ അമേരിക്കൻ പവലിയനിൽ മെക്സിക്കൻ ചമോയ്. മെക്സിക്കൻ ചമോയ് എന്ന് പറയുന്നൊരു സംഭവമാണ്. അത് പല ഇതുണ്ട്. ഇതിപ്പം ആ പുള്ളിക്കാർ ചെയ്യുന്നത് കത്തിക്കുന്നത് മാഷ്മെല്ലോ ആണ്. പിന്നെ വേറെ മാങ്ങ ഉണ്ട്, പൈനാപ്പിളുണ്ട്, വാട്ടർമെലൺ ഉണ്ട്. അതിൻ്റെ എല്ലാം നമ്മുടെ സ്ക്യൂവേഴ്സ് ഉണ്ട്. അതിന് 15 dirhams 20 dirhams അങ്ങനെ. ഇതിപ്പം 35 dirhams ആണ് ഈ മാങ്ങ. ഒരു ഹോൾ മാംഗോ എടുത്തിട്ട് അതിങ്ങനെ ഫ്ലവർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇവരുടെ മെക്സിക്കൻ ഒരു സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പല്ല, ഇങ്ങനെ ഒരു ഗ്രേവിയിൽ ഇങ്ങനെ മുക്കി കുഴച്ച് അതിൽ ഒരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് പിന്നെ നമുക്ക് അഡീഷണൽ വേണ്ട എന്താ പറയുക സ്പൈസി, അതായത് മുളക് പൊടി ഇട്ടിട്ട് തരും. ഒരു സിമ്പിൾ സാധനമാണ്, പക്ഷേ ഈ ഒരു കാണാൻ നേരത്ത് നമുക്ക് എന്തായാലും വായിൽ വെള്ളം വരുന്നൊരു സംഭവമാണ്. കാരണം അറിയാലോ, മാങ്ങയും ഉപ്പും പുളിയും എല്ലാം കൂടെ വരാൻ നേരത്ത് നമുക്കൊരു ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്.
ഞങ്ങൾ എന്തായാലും അത് ട്രൈ ചെയ്തു. നമ്മുടെ നാട്ടിലും ഇത് ഇറക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എന്തായാലും ഇത് കടയുടെ മുന്നിൽ നിന്ന് ഒരാൾ കഴിക്കുവാണെങ്കിൽ നമ്മൾ എന്തായാലും നോക്കിപ്പോവും, നമ്മളൊന്ന് ട്രൈ ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇറക്കാൻ പറ്റുന്നൊരു സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുവാണ് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ കഴിച്ചിട്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടായില്ല. ഞാൻ പല ഫുഡ് അവിടെ നിന്ന് ട്രൈ ചെയ്തായിരുന്നു. ഒക്ടോപ്പസ് ട്രൈ ചെയ്തു, പിന്നെ എന്താ നൂഡിൽസ്, മാംഗോ സ്റ്റിക്കി റൈസ്, അങ്ങനെ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലായിരുന്നു. അതുകൊണ്ടാണ് അപ്പം നമ്മുടെ നാട്ടിലായാലും നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അത് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ എല്ലാവരും ഞങ്ങൾ അരുണും അമലും എനിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ അത് ഇഷ്ടമായി. സന്തോഷ് കഴിച്ചില്ലത്, കുറച്ചെടുത്ത് ട്രൈ ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും ഇത് നല്ല രീതിയിൽ ഇഷ്ടമായി, സാധനം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഗ്ലോബൽ വില്ലേജ് വരുന്നവർക്ക് ഇങ്ങനെ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് ഞാൻ പറയാവുന്നൊരു ഐറ്റമാണ്. കുറേ ഐറ്റം ഉണ്ട്, നമ്മളെല്ലാം ട്രൈ ചെയ്തില്ല, കാരണം എമൗണ്ട് അങ്ങനത്തെയാണ്. ഒരു ഐറ്റത്തിന് അറൗണ്ട് ഒരു 35 to 55 ആ ഒരു റേഞ്ചിലാണ് എല്ലാം വരുന്നത്. എന്തായാലും അപ്പം അമേരിക്കൻ പവലിയനിലെ മെക്സിക്കൻ ചമോയ് നമ്മൾ ട്രൈ ചെയ്യേണ്ടതാണ്. ചെറിയ സ്ക്യൂറായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് ആയിരിക്കാം, മേ ബി കൺഫേം അങ്ങനെയല്ല, ആയിരിക്കാം കുറേ ആൾക്കാർ ആ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന കണ്ട് വന്ന്. അതുതന്നെയാണ് ഞാൻ നമ്മുടെ നാട്ടിലും ചെയ്യാൻ പറ്റുന്നൊരു മാർക്കറ്റിംഗ് തന്ത്രം. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കഴിക്കാനായിട്ടുള്ളൊരു ഇത് തോന്നും. അഫോർഡബിൾ അല്ല. പിന്നെ ഓരോ ഏരിയ, ഓരോ പവലിയൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെയുള്ള റൂട്ടുകളിൽ ഓരോ ഏരിയ അവരിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പർച്ചേസിന് വേണ്ടി ആയാലും ശരി, ബാക്കിയുള്ള ഇപ്പം ചെറിയൊരു സ്പാ ഇവിടെ ഉണ്ട്, ഫുഡ് സ്പാ, പിന്നെ എന്താ വേറെ പല 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 ഫുഡ് ഐറ്റംസ്. ഇപ്പം കൂടുതലും തായ്ലാൻഡിൻ്റെ സൈഡിലൊക്കെ വന്നപ്പോഴും മാംഗോയുടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മെയിനായിട്ട് നൂഡിൽസ്, സൂപ്പ്, പിന്നെ ചോക്ലേറ്റിൻ്റെ കുറേ ഐറ്റംസ്, അങ്ങനെ പല 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 ഷോപ്പുകൾ. അതായത് നമുക്ക് എന്താ പറയുക, ഈ ഫുഡ് ലവേഴ്സിനാണെങ്കിൽ എല്ലാ സാധനവും നമുക്കവിടെ ഉണ്ട്. പോർക്കാണെങ്കിലും ശരി, ബീഫാണെങ്കിലും ശരി, അങ്ങനെ എല്ലാം. അപ്പോൾ അരുണിന് കൊറിയൻ നൂഡിൽസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കൊറിയ പവലിയനിൽ കയറിയിട്ട് കൊറിയ നൂഡിൽസിന് വേണ്ടി നോക്കുവാണ്. അപ്പോൾ ഞങ്ങളൊരു നൂഡിൽസ് നോക്കി വെച്ചു. കോണ്ടോഗ് കണ്ടിട്ട് പട്ടിയിറച്ചിയാണെന്ന് പറഞ്ഞു. പട്ടിയിറച്ചി കൊണ്ട് ലോലിപോപ്പ്. മോമോ ഇവിടെ വന്ന് മണ്ടൂനെ പറയും. മോമോയ്ക്ക് എന്താ കരുണ പറയുന്നത്? മണ്ടു ഇതാണ് പ്രൂഫ്, പിന്നെ ചോദിക്കരുത്. അതെ അതെ, എന്തൊക്കെയോ സോസോ എന്തോ മിക്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വാരി വലിച്ച് മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞാൽ അറിയാം എന്താവും. ഷോപ്പിലുള്ള എല്ലാ ഫ്ലേവറും ഏതൊക്കെ ഉണ്ട് എല്ലാം ഇടാൻ. കാരണം ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നമ്മളോട് ചോദിക്കുന്നത് അതിടണോ ഇതിടണോ, നമ്മൾ പറഞ്ഞു എല്ലാം ഇട്ടോളാം പറഞ്ഞ്, ഒന്നിനും ഒരു കുറവ് വരുത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കാണിച്ച ഉടൻ അതാണ് ഉടൻ. പുള്ളിക്കാരൻ ചെയ്യുന്നത് ഉടനാണ്. ആർക്കും അറിയില്ല, നമുക്ക് കൊടുക്കില്ല, നമുക്ക് നോക്കാം. നമ്മുടെ ഐറ്റം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊറിയ ചേച്ചി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. അരുൺ എങ്ങനെയുണ്ട്? ചോപ്പ് സ്റ്റിക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കാനും അറിയും. ചോപ്പ് സ്റ്റിക്ക് അമൽ, ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് കഴിക്കാൻ അറിയാമോ? നമുക്ക് അങ്ങോട്ട് മാറി വയ്ക്കാം. ഇതിൽ സാധനം വരാത്തതുകൊണ്ട് പരാക്രമം കാണിക്കുകയാണ് അമൽ. ഇതെന്നാണ് നമുക്ക് റോളർ കുഴയ്ക്കുന്ന നീ അങ്ങനെയല്ല. ഇതേ കണ്ട, അങ്ങനെ എടുക്കുക. എനിക്കിതൊന്നും അറിയത്തില്ലേ. ഇതെന്നാ അവിടെ
ഞാഞ്ഞൂല് ഇതാണോടാ ഞാഞ്ഞൂലെന്ന് പറയുന്നത്. ഇവിടെ വന്ന് ക്രെയിൻ ഇട്ടിട്ട് റോൾ ചെയ്യുവാ. ആ ये स्पाइसी दसते हैं संतोष हो गया भाई आपको मैं खाएगा वो तेरा तेरा घुमा तेरे तो आएगा नहीं നമ്മളെ കമ്മും കൂടെ കടിച്ചു തിന്നല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഞാനും ചോപ്പ് സ്റ്റിക്ക് ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്തത്. എങ്ങനെയുണ്ടോ നോക്കാം. ചോപ്പ് സ്റ്റിക്ക് ते मला माहिती आहे म्हणून मी कमी घेतलंय ചോപ്പ് സ്റ്റിക്കിങ് സൈഡ് സൈഡ് നമ്മളാണ് ടോട്ടൽ നമ്മളിവിടെ ജാമാക്കിയത്. मर जाएगा म्हणजे त्यांचं खाण्याचं स्पायसी असतं. स्पायसी म्हणून मी पहिलं स्पायसी होता ना. ब्रो क्या हुआ നല്ല നല്ലൊരുണ്ട് നല്ലൊരുണ്ട് म्हणून म्हटलं हे जाळ काढतील हे कल समज में आएगा. അതായത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ടൂ മച്ച് സ്പൈസി ഡസ്റ്റ്ബിൻ കൂടെ ആ നല്ല നല്ലൊരുണ്ട് കേട്ടോ. അവരുടെ കടയിലുള്ള എല്ലാ സീസണിങ്ങും എടുത്തിട്ടിട്ട് നമ്മളോട് സീസണൊക്കെ മാറ്റുവാണ്. ഓ നല്ല നല്ലൊരുണ്ട്. എന്തൊക്കെയോ സാധനം ഇടാൻ പറഞ്ഞാൽ അതെല്ലാം അവരിട്ട്. അപ്പം നല്ല സീനൊരു വെറുതെ പറയാന്ന് വിചാരിക്കുന്നു. വണ്ടർഫുൾ. മൂക്കിന്നും വായിന്നും ഒക്കെ വെള്ളം വരുവാണ്. ഒരു രക്ഷയില്ല. അപ്പോൾ കൊറിയൻ പവലിയനിൽ നിന്നായിരുന്നു ഞങ്ങൾ നൂഡിൽസ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ ആഫ്രിക്കൻ പവലിയൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ജിറാഫിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളൊരു കവാടം. അറിയാലോ, ആഫ്രിക്ക ആകുമ്പം ഫുള്ള് വൈൽഡ് ആനിമൽസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു തീമിലായിരിക്കാം. അതെ, ആ ഒരു തീമിൽ തന്നെയാണ് റെഡിയാക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് കയറാൻ പറ്റിയില്ല ആഫ്രിക്കൻ പവലിയനിൽ. അതെന്തോ മിസ്സായി. ഇപ്രാവശ്യം കുറേ ഐറ്റം മിസ്സാവും, കാരണം നമുക്ക് എല്ലാ പവലിയനും കവർ ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷമൊക്കെ കാലുവേനയാണെന്നൊക്കെ പറയാൻ തുടങ്ങി ഇപ്പോഴേ. ബാംബോ ഇതെല്ലാം കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കല്ല്, മാർബിൾ. ഇതെല്ലാം കല്ലാണ്, കല്ല്. പെർഫെക്ഷനിലാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഉണ്ടോ? ഫുൾ ഓഫ് ഹാൻഡ് മെയ്ഡ്. ഓ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മുടെ ട്രൈബൽസിൻ്റെ, ഇവരുടെ ആഫ്രിക്കൻ ട്രൈബൽസിൻ്റെ ഓരോരോ സാധനങ്ങൾ. ഇത് നമ്മുടെ വുഡാണ്, മരം, മരത്തിലുണ്ടാക്കിയിരിക്കുന്ന കോഴി. സമ്മതിക്കണം കേട്ടോ, എല്ലാം വുഡിലും ഇതിലുമൊക്കെ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ആണ്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. ഇതൊക്കെ കല്ലാണ്. റൈനോ വേണം.
ഓ ഇതൊക്കെ കറക്റ്റ് നമ്മുടെ തുകലാണ് കേട്ടോ. ഇതെല്ലാം നല്ല വുഡനിൽ തീർത്ത സാധനങ്ങളാണ്. ഡിഫറെൻറ്റ് സൗണ്ടാ. ഇതെല്ലാം നമ്മുടെ മരത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കറിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ആഫ്രിക്കൻ പവലിയൻ. അപ്പോൾ നമ്മളിപ്പം ഇറങ്ങി. ക്യാമറയുടെ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഇന്ത്യയുടെ പവലിയനാണ് ഇത്. വളരെ വളരെ ഒരു മനോഹരമായിട്ട് തന്നെ ഇന്ത്യൻ പവലിയൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേലും അപേക്ഷിച്ച് ഇപ്രാവശ്യം കൊള്ളായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗ്ലോബൽ വില്ലേജിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു പവലിയൻ നമ്മുടെ ഇന്ത്യൻ പവലിയനാണെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ ലൈറ്റിങ്ങും ആ ഒരു ഫ്രണ്ടിലുള്ള നമ്മുടെ ഒരു ഇതും നമ്മുടെ ഒരു കൾച്ചർ ആയിട്ടുള്ള ഒരു രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എൻട്രി എല്ലാ പവലിയനിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം. ഇപ്പോൾ ഈജിപ്തിൻ്റെ പവലിയനിലായാലും ശരി, വേറെ ഓരോരോ രാജ്യത്തിൻ്റെ പവലിയനിലും അതായത് കൾച്ചർ ഒരു ടച്ച് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ പവലിയൻ എടുത്തു പറയേണ്ടതാണ്. ഇതുപോലെ എനിക്ക് തോന്നിയത് ഈജിപ്തും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇറാഖും നല്ല രീതിയിൽ അവരുടെ പവലിയൻ റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പവലിയനാണ് ഇന്ത്യൻ പവലിയൻ വരുന്നത്. കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യൻ പവലിയൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൂടുതൽ ആൾക്കാരും ആ ഒരു പവലിയൻ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവരെ തോന്നിയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. വേറെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കൂട്ടത്തിൽ അഫോർഡബിളായിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യൻ പവലിയനിലാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ കമ്മൽ, മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് ബംഗ്ലാദേശിൻ്റെ പവലിയൻ, ശ്രീലങ്ക പവലിയൻ, പാകിസ്ഥാൻ പവലിയൻ, അങ്ങനെ അത്രയും പവലിയൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും. കാരണം കുറച്ചൊരു അഫോർഡബിൾ പ്രൈസാണ്. കൂടുതലും നമ്മളിവിടെ കണ്ടത് കാശ്മീർ ഡ്രസ്സുകളാണ്. അവരുടെ മാറ്റ്, വൂളൻ ഡ്രസ്സ്, കാശ്മീരി ടച്ചുള്ള കുറേ ഡ്രസ്സസും ജുവലേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റി. പിന്നെ ലെതറിൻ്റെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ ഷൂസ്, ബാഗ്, പിന്നെ നമ്മുടെ പട്ടുസാരികൾ, അങ്ങനത്തെ സാധനങ്ങൾ. മെയിനായിട്ട് ഇന്ത്യയിൽ കൂടുതലും അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഒരു ഫുഡ് കോർട്ടും ഉണ്ടായിരുന്നു നമ്മുടെ ചായ കാര്യങ്ങളൊക്കെ. ഇതിപ്പം ഗ്രാറ്റിൽ പവലിയനാണ്. ലാസ്റ്റ് നമ്മൾ കയറിയത് നമ്മുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു കൺസെപ്റ്റിൽ തീർത്തതാണ്. അത് നമ്മുടെ തായ്ലാൻഡിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ആ രീതിയിൽ മെയിനായിട്ട് തായ് ഫുഡ്, തായ്ലാൻഡ്, പിന്നെന്താ പറയുക, കൊറിയൻ,
ഇന്തോനേഷ്യൻ ഫുഡ്, സീ ഫുഡ് ഐറ്റംസ് ആണ് കൂടുതൽ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ്. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. മസിൽസാണ്, നമ്മുടെ ഹാഫ് ഷെൽ മസിൽസ്, അതിനെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഒക്ടോപ്പസ് നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. അത് അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് നമ്മുടെ ഒക്ടോപ്പസ് ഉണ്ണിയപ്പം ഞങ്ങൾ പേരിട്ട് പിടിച്ച സാധനമാണ്. ഒക്ടോപ്പസ് നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബാറ്ററായിട്ട് മിക്സ് ചെയ്തു. അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മളവിടെ നിന്നും കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. നമ്മളവിടെ നിന്ന് വീണ്ടും ഒരു നൂഡിൽസ് ട്രൈ ചെയ്തു, പിന്നെ ഒക്ടോപ്പസ് ട്രൈ ചെയ്തു. അങ്ങനെ ഒക്ടോപ്പസിൻ്റെ സ്റ്റോറായിരുന്നു. അതിന് നമുക്ക് അറൗണ്ട് ഒരു 5 dirhams ആയിരുന്നു. നമ്മളത് ട്രൈ ചെയ്തു. ഒരു നൂഡിൽസും നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ഫുഡ് പറഞ്ഞ പോലെ നമുക്ക് പല രീതിയിലുള്ള ഫുഡ് നമുക്ക് ട്രൈ ചെയ്തു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. മസിൽസ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല എക്സ്പെൻസ് ആയിരുന്നു. 90 dirhams അടുത്ത് വരുമായിരുന്നു ഒരു 5 പീസിന്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. ലാസ്റ്റ് നൂഡിൽസും കഴിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ക്യാമറയുടെ ചാർജും ഏകദേശം തീരാറായി. തിരിച്ച് ഞങ്ങൾ ടാക്സി എടുത്ത് തന്നെ പോകാമെന്നുള്ള രീതിയിൽ വലിയൊരു ടാക്സി 5 പേർക്ക് കയറാവുന്ന രീതിയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പിരിയാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. എന്തുകൊണ്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ 30ാമത്തെ എഡിഷൻ. ഈവൻ ഇത് സീസൺ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടെ വരണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ബൈ.